ഇന്നത്തെ വിഷയവും രേണാസുന തന്നെയാണ്. രേണുസു, അതായത് കൊല്ലം സുധിയുടെ വൈഫ് രേണുസു. സംഭവം രേണുവിന് മനസ്സിലായി എങ്ങനെയൊക്കെ സംസാരിച്ചാൽ എങ്ങനെയൊക്കെ വൈറലാവും, എങ്ങനെയൊക്കെ കണ്ടന്റ് കിട്ടുമെന്ന് രേണുവിന് മനസ്സിലായി. അതൊരു പാവപ്പെട്ടൊരു പെണ്ണായിരുന്നു ഒരു സമയത്ത്. ഈ പാവപ്പെട്ട പെണ്ണിനെ ഈ ട്രോളന്മാർ തന്നെയാണ് ഇങ്ങനെ ആക്കിയത്. അപ്പോൾ അവൾക്ക് മനസ്സിലായി, അതായത് പച്ചച്ചോറ് കഴിച്ചുകൊണ്ടിരുന്നൊരു വ്യക്തി അതിൻ്റെ രസം മാത്രമേ അറിഞ്ഞിരുന്നു അല്ലേ. പച്ചച്ചോറ് കഴിക്കുമ്പോൾ കറികളൊന്നും ഇല്ലാതെ വെറും ചോറ് മാത്രം നമ്മൾ കഴിക്കുമ്പോൾ അതിൻ്റെ രസം മാത്രമേ നമുക്കറിയാൻ പറ്റുള്ളൂ. അതേസമയത്ത് അതിൻ്റെ കൂടെ നമ്മൾ കറി കൂട്ടി കുഴച്ച് കഴിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെയാണ്. ആ ടേസ്റ്റ് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കറി വെച്ച് മാത്രമേ നമ്മൾ ഫുഡ് കഴിക്കത്തുള്ളൂ. വെറും ചോറ് കഴിക്കത്തില്ല. വെറും ചോറ് കഴിക്കുമ്പോൾ നമുക്ക് ഓർക്കാനിക്കാൻ വരും അല്ലേ. അതുപോലെയാണ് രേണാസുനയുടെ കാര്യം. അതൊരു പാവപ്പെട്ട പെണ്ണായിരുന്നു. വലിയ ആഡംബരമൊന്നുമില്ലാതെ അടക്കോ ഒതുക്കോ ഒക്കെ ഉള്ള ഒരു നാടൻ പെണ്ണ്, അതായത് ഒരു ഗ്രാമത്തിൽ താമസിക്കുന്ന ഒരു നാടൻ പെൺകുട്ടിയായിരുന്നു. അവളെ ഇമ്മാതിരി ആക്കിയത് ഈ ട്രോളന്മാർ തന്നെയാണ്. ആണും പെണ്ണും അവർ തന്നെയാണ് അവളെ ഇങ്ങനെ ആക്കിയത്. അവൾക്കപ്പം മനസ്സിലായി, അവൾ പറയുന്ന ഓരോ വാക്കിനും വിലയുണ്ട്. അവൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് അവസാനം കൊണ്ടൊരു കൊളുത്ത് പോയി. ആ കൊളുത്താണ് ഇവർ എടുത്തിട്ട് പോയിട്ട് ഇവർ ട്രോളുന്നത്. അവരുടെ അക്കൗണ്ടിലിട്ടിട്ട് ഇവളെ ട്രോളുമ്പോൾ ഇവള് വളരെയല്ലേ ചെയ്യുന്നത്. ഇവരെന്താണ് ചിന്തിക്കുന്നത്, ഇവരെ ട്രോളും തോറും അവൾ വളരുകയാണ് ചെയ്യുന്നത്. അവർക്കതിൽ നന്മയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അവർക്ക് മനസ്സിലായി, ഞാൻ വീട്ടിൽ ഇരുന്നാലും എനിക്ക് കാശുണ്ടാക്കാൻ പറ്റും, എൻ്റെ ഒരു വാക്ക് മതി, അല്ലെങ്കിൽ എൻ്റെ ഒരു കോസ്റ്റ്യൂം മതി. ഇപ്പം രേണുസുനു ഇടുന്ന ഒരു പാദസരത്തിന്, ഒരു ചെരുപ്പിന് പോലും ഐശ്വര്യ റായിയെക്കാട്ടിലും വിലയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പവർ, അതായത് ജനങ്ങൾ അത് ഏറ്റെടുക്കുകയാണ്. എന്താണെന്ന്, അതൊരു സ്ത്രീയല്ലേ. ഇത്രയേറെ അവളെ അങ്ങോട്ട് പൊക്കാനും വാഴ്ത്താനും അവിടെ എന്തായിരിക്കുന്നു, ഒന്നുമില്ല. അത്ര വലിയ നന്മയൊന്നും അവൾ ചെയ്തിട്ടില്ല. അവളെ ഇത്രയേറെ അങ്ങ് വാഴ്ത്താനും ഇത്രയേറെ പൊക്കാനും അവൾ അത്ര വലിയ നന്മയൊന്നും ചെയ്തൊരു വ്യക്തിയൊന്നും അല്ല. അഭിനയത്തിൽ അങ്ങ് എന്താണ് വലിയ പട്ടം എടുത്ത ആളുമല്ല, അഭിനയിക്കാൻ എക്സ്പേർട്ടുള്ള ഒരാളുമല്ല. അതിനെക്കാട്ടിലും അഭിനയം പഠിച്ച ഒരുപാട് കലാകാരികളുണ്ട് ഇന്നും ഈ കേരളത്തിൽ. എങ്ങും എത്തിപ്പെടാത്ത കലാകാരികളും ഉണ്ട്. ആ സമയത്ത് രേണാസുന വലിയ അഭിനയം പഠിച്ചങ്ങ് അഭിനേത്രിയായിട്ടൊന്നുമില്ല. എങ്ങനെയോ ദൈവത്തിൻ്റെ കാരുണ്യം കൊണ്ട് കിടന്ന ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഇപ്പോൾ അതൊക്കെ മാറി. ചിലപ്പോൾ കോടികൾ കാണുമായിരിക്കാം, ചിലപ്പോൾ കോടികൾ കാണില്ലായിരിക്കും. അത് അവരുടെ അധ്വാനം കൊണ്ട് അവർ സമ്പാദിച്ചതാണ്. അതാർക്കും അതിലധികാരമില്ല അത് പറയാനായിട്ട്. ആ ഒരു സിറ്റുവേഷനിലേക്ക് എത്തി. പക്ഷെ അഹങ്കരിക്കരുത്. ദൈവം ഒന്ന് കണ്ണു തുറന്നാൽ എപ്പോൾ വേണമെങ്കിലും അത് നഷ്ടപ്പെടാം. എന്തും നമ്മൾ ഇന്ന് ചിലപ്പോൾ മാളികയിലിരിക്കാം, നാളെ ചിലപ്പോൾ ചിറ്റക്കുഴലിലേക്ക് ആവപ്പെടാം, ഒന്നുമില്ലായ്മയിലെത്താം. പഴയതൊന്നും നമ്മൾ മറക്കരുത്, പുതിയതിലേക്ക് കയറി വരും. ആഡംബരമൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഐശ്വര്യത്തിൻ്റെ മോളെന്ന് തോന്നും. അമ്മാതിരിയുള്ള ഡയലോഗും ആഡംബരവും ഒക്കെയാണ് വേണം. ആവശ്യത്തിന് അഹങ്കാരമാവാം, ആവശ്യത്തിന് നമുക്ക് സംസാരങ്ങളാവാം, ആവശ്യത്തിന് നമുക്ക് ഗമയൊക്കെ കാണിക്കാം, പവർ കാണിക്കാം, എല്ലാം ആവശ്യത്തിനാണ്. ഈ പദവിയൊക്കെ ഉണ്ടാക്കി തന്നതാരാ? ഈ ട്രോളുന്ന ജനങ്ങൾ തന്നെയാണ്. അല്ലാതെ നീ ഒരു സുപ്രഭാതത്തിൽ പൊട്ടി മുളച്ചപ്പോൾ രേണുസുന വന്ന് ഭയങ്കര ഫേമസ് ഒന്നും ആയിട്ടില്ല. ഈ ചാനലുകാർ തന്നെയാണ് രേണാസുനയെ ഫേമസ് ആക്കിയത്. ഒന്നുമില്ലാതെ കിടന്നെടുത്തിന്ന് ഇത്രത്തോളം ഇവിടം വരെ എത്തിച്ചത് ഈ ചാനലുകാർ തന്നെയാണ്. പിന്നെ രേണാസുനയ്ക്ക് കുഴപ്പമെന്ന് പറയുന്നത് എന്തും വെട്ടി തുറന്ന് പറയും, ആരുടെ മുഖത്ത് നോക്കി. അത് അവൾക്ക് മനസ്സിലായതെന്ന് പറഞ്ഞാൽ അങ്ങനെ വെട്ടി തുറന്ന് പറയുമ്പോൾ അവൾക്കതൊരു കണ്ടന്റ് ആവുകയാണ്. മനസ്സിലായില്ലേ? അവൾ പറയുന്നുള്ളൂ, ഞാൻ കഴിക്കുന്ന ഓൾക്കയാണ് കഴിക്കുന്നത്, അതാണ് ഇതാണ് എന്നൊക്കെ അവൾ പറയുന്നുള്ളൂ. അത് അവൾ വെട്ടി തുറന്ന് പറഞ്ഞപ്പോൾ അത് അവർക്കൊരു കണ്ടന്റായി. മനസ്സിലായില്ലേ? അത് അവർ കൊണ്ടൊരു ട്രോൾ ചെയ്യപ്പോൾ എവള് വീണ്ടും ഫേമസ് ആയി. മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അവൾക്ക് മനസ്സിലായി എവിടെ കൊളുത്തിയാൽ എവിടെ വലിക്കാൻ പറ്റും എന്നുള്ളത് അവൾക്ക് മനസ്സിലായി. അതനുസരിച്ചാണ് അവൾ പ്രവർത്തിക്കുന്നത്. അതിന് അവസരം കൊടുത്തതാരാ? ഈ ജനങ്ങൾ തന്നെയാണ്. എത്രയോ ഫേമസ് ആയ നടന്മാർക്ക് പോലും ക്യാമറയും കൊണ്ട് പോകാൻ ആളില്ല. ഇന്നും ഒരുപാട് പേര് എങ്ങും എത്തിപ്പെടാത്ത ആൾക്കാരുണ്ട്. ഇവളുടെ പിറകെ പോകും കുറേ നാറികൾ, കുറേ ക്യാമറയും കൊണ്ട് കുറേ നാറികൾ പിറകെ നടക്കും. ഇവളൊരു ചോക്ലേറ്റ് തിന്ന പണ്ട് നമ്മുടെ ആപ്പിള് കടിച്ച ഒരു ലേഡി ഉണ്ടായിരുന്നത്. ആ കടിച്ച ആപ്പിള് കഴിക്കാൻ ഒരുപാട് പേര് മോഹിച്ചു. അതൊക്കെ അന്തസ്സ്. ഇത്രയും ഫേമസ് ആയ ലേഡിയാണ്. ഇവള് ഇടുന്നൊരു ചെരുപ്പിന് പിറകെ നടക്കുന്ന ആൾക്കാർ. നാണമില്ലേ നിങ്ങൾക്ക്? നാണം.
അല്ല, ഞാൻ അറിയാൻ മേലെന്ന് ചോദിക്കുന്നു. ആണോ ഇല്ല? ഇവളെന്താ ഐശ്വര്യ റായിയാണ് ഇത്രയേറെ അങ്ങോട്ട് ഇത് കാണിക്കാനായിട്ട്? അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഒരാളെ വളർത്തിയല്ലോ, ഒരു മിനിമം ലെവലിൽ എത്തിച്ചു. ഇനി അവരെ വഴി നോക്കി പൊക്കോട്ടെ. നിങ്ങളെന്തിനാ അവരെ വലി തൂങ്ങിക്കോളും? കുറേ നാണം കെട്ട ക്യാമറാമാൻമാർ ഒരു മൊബൈലും തൂക്കി പിടിച്ച് ക്യാമറയും തൂക്കി പിടിച്ചുകൊണ്ട് എവിടെ വാല് തൂങ്ങിക്കൊണ്ട് നടക്കും. എവിടെ പോയാലും 10,000 ക്യാമറാമാൻമാർ. ഇതെന്തോന്ന് എവിടെന്തോന്ന് ഐശ്വര്യ റായി? അല്ല, അറിയാൻ പോലെ ഞാൻ ചോദിക്കണേന്ന്. ഇത്രയേറെ എവിടെ വീഡിയോ പിടിക്കാൻ, ഇത്രയേറെ ഫേമസ് ആക്കാൻ അവിടെ എന്താ ഇരിക്കുന്നത്? സാധാ ഒരു പെണ്ണാണ്. എല്ലാ പെണ്ണുങ്ങളെയും പോലെ ഒരു പെണ്ണാണ് രേണുസുന. അവിടെ പ്രത്യേകിച്ചൊന്നുമില്ല. പ്രത്യേകിച്ച് അവിടെ അങ്ങനെ ഫിറ്റ് ചെയ്തൊന്നും വെച്ചിട്ടില്ല. അതിശയമായിട്ട് ഫിറ്റിംഗ് ഒന്നുമില്ല. ഒരു പെണ്ണ്, ഒരു പുളിയം മാറിയെന്ന് നമ്മളൊരു കമ്പൊടിച്ച് ഒരു തുണി ചുറ്റിയാലേ എങ്ങനെ ഇരിക്കും, അതുപോലെ ഒരു പെൺകുട്ടി. അല്ലാതെ ഓവറായിട്ട് എന്താണ് പറയുന്നത്, ഓവറായിട്ടുള്ള സെറ്റപ്പുകൾ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഇങ്ങനെ ക്യാമറയും പിടിച്ചുകൊണ്ട് നടക്കുക. സാധാരണ ചില ആർട്ടിസ്റ്റൊക്കെ വീഡിയോകൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവർ പോകുമ്പോൾ അവർ പുറകെ പോകുന്നതിന് എന്തെങ്കിലുമൊക്കെ കാണാനുണ്ട്, എന്തെങ്കിലുമൊക്കെ ചില ക്ലിപ്പുകൾ കിട്ടും, നമുക്ക് വീഡിയോയ്ക്ക് പിടിച്ചിടാം എന്ന് പറഞ്ഞാണ് പോകുന്നത്. ഇവിടെ എന്ത് ക്ലിപ്പാണ് ഇരിക്കുന്നത്? ഇവൾ മാന്യമായിട്ട് നടന്നവളാണ്. അവളിപ്പോൾ ഒരു ഉടുതുണി ഇല്ലെങ്കിലും കുഴപ്പമില്ലെന്നാണ് രേണുസുനയുടെ ചിന്ത. ഒരു വസ്ത്രം ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ വീഡിയോ ചെയ്യും, എനിക്ക് പൈസ കിട്ടിയാൽ മതി എന്നുള്ള രീതിയിലുള്ള സംസാരങ്ങളാണ് അവൾ വായിൽ നിന്ന് കേൾക്കുന്നത്. നാണമില്ല, ഒന്നുമില്ലെങ്കിൽ നാണമില്ല. ഞാനും ഒരു സമയത്ത് അവളെക്കുറിച്ച് ചിന്തിച്ചിരുന്നു. ഒരു ഭർത്താവ് മരിച്ചൊരു സ്ത്രീയാണ്. അപ്പം നമ്മൾ ഇത്രയേറെ മോശം പറയാൻ പാടില്ല, അല്ലെങ്കിൽ ഇത്രയേറെ തരം താഴ്ത്താൻ പാടില്ല എന്നൊക്കെ. പക്ഷേ അവൾ കാണിക്കുന്ന അഹങ്കാരം കണ്ടു കഴിഞ്ഞാൽ ആരും പറഞ്ഞു ഇഷ്ടം തന്നെയാണ്, ഇല്ല എന്നൊന്നും പറയുന്നില്ല. രേണുസുനെ പേഴ്സണലായിട്ട് എനിക്ക് ഒരു വിരോധവും ഇല്ല. പക്ഷെ കാണിക്കുന്ന ഇച്ചിരി ഓവറല്ലേ എന്നൊരു സംശയം. പണം വേണം, കാശ് വേണം, ജീവിക്കുന്ന കാശ് വേണം, എല്ലാം ശരി തന്നെയാണ്. എന്നാൽ ഇതിച്ചിരി ഓവറല്ലേ എന്നൊരു സംശയം. എല്ലാം വേണം, നമുക്ക് ആവശ്യത്തിന് വേണം. ഇത് വല്ലാത്തൊരു ആഡംബരം തന്നെ. എല്ലാവരും കഴിക്കില്ല എന്നാരും പറയുന്ന, ആരും പതിവൃതയൊന്നുമില്ല. നോട്ടം കൊണ്ടുപോലും തെറ്റിയാത്ത മനുഷ്യനാണോ പെണ്ണുമില്ല. പക്ഷെ എല്ലാ ആവശ്യത്തിന് വേണം. കാല് കാണിക്കുന്നു, കൈ കാണിക്കുന്നു, അവിടെ കാണിക്കുന്നു. ഇതൊക്കെ കണ്ടിട്ട് എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്? എന്താ ആകാശം ഇടിഞ്ഞു പോകാൻ പോകുന്നു? ഇതൊന്നും ആരും കാണാത്തതാണ്. എല്ലാ പെൺകുട്ടികൾക്കും ഉള്ളത് തന്നെയാണ് ഈ പറയുന്ന രേണുസുനയ്ക്കും ഉള്ളത്. അവിടെ പ്രത്യേകിച്ചൊന്നും ഫിറ്റ് ചെയ്ത് വെച്ചിട്ടില്ല. അതിശയമായിട്ട് കാണാനായിട്ട് പ്രത്യേക ഫിറ്റിംഗ് ഒന്നും അതിനകത്തുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രത്യേകിച്ചും ഇല്ല, അത്ര അതിശയമായിട്ട് നോക്കാനായിട്ടുള്ള സംഭവങ്ങളൊന്നും അവിടെ ഇല്ലേന്ന്. പിന്നെ ഇത്രയേറെ ഈ ആഡംബരം കാണിക്കേണ്ട കാര്യമില്ല. എല്ലാ ആവശ്യത്തിനും വേണം നമുക്ക്. അതായത് നമ്മുടെ നിലം മറന്ന് ഒരിക്കലും നമ്മൾ പോകരുത്. നീ എന്തുകൊണ്ട് ഇങ്ങനെ ആയിരുന്നു നീ ചിന്തിക്കണം. എൻ്റെ നിലവിലുണ്ടായിരുന്നൊരു ഹസ്ബൻഡ് ഒരു ആർട്ടിസ്റ്റായിരുന്നു. ആ പുള്ളിക്കാരൻ മരണപ്പെട്ടപ്പോൾ അതിൻ്റെ ഒരു സഹതാപത്തിലും ആ പുള്ളിക്കാരൻ്റെ ഒരു സ്നേഹബന്ധത്തിൻ്റെ പേരിലുമാണ് നിനക്കിപ്പോൾ ഈ ഒരു ചാൻസ് കിട്ടിയത്. ഒരു നാടകത്തിൽ അഭിനയിക്കാനായാലും എന്ത് തന്നെയായാലും ഒരു ചാൻസ് തന്നത് ജനങ്ങൾ അങ്ങനെയാണ്. അത് നീ അഹങ്കരിക്കരുത്. ആർട്ടിസ്റ്റായി നിൽക്കുമ്പോൾ പലരും പല വിധത്തിലും നമ്മൾ മോശമായിട്ട് പറയും, ശരി തന്നെയാണ്. പക്ഷെ നമ്മൾ മോശക്കാരിയായി കാണിച്ചു കൊടുക്കരുത്. എനിക്കതാണ് പറയാനുള്ളത്. നീ മോശക്കാരി ആണെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ നമ്മൾ മോശക്കാരിയായി കാണിച്ചു കൊടുക്കരുത്. നമ്മളിലൊരു ഫാൾട്ട് വന്നു കഴിഞ്ഞാൽ അത് ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റില്ല. ഒരാൾ ഒരു തെറ്റ് ചെയ്താൽ പിന്നെ എത്ര നന്മ ചെയ്താലും ജനങ്ങളുടെ കണ്ണിൽ അവർ തെറ്റുകാരിയായിട്ടേ കാണും. നമ്മളായിട്ട് കൊണ്ടുവന്ന് വിട്ടുകൊടുക്കരുത് ജനങ്ങൾക്ക് പറക്കിയെടുക്കാനായിട്ട്. മനസ്സിലാവുന്നുണ്ടോ? നീ ഇപ്പോൾ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നീ മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞാൽ കാശ്, പണം, തുട്ട്, മണി, കാശ്. ഒരു കാര്യമില്ല. എത്ര കാശുണ്ടെങ്കിലും മാനം പോയാൽ തിരിച്ചു പിടിക്കാൻ പറ്റില്ല, ഒരിക്കലും പറ്റില്ല. കോടിക്കണക്കിന് കാശ് അലമാര ഇരുന്നിട്ട് മാനം പോയിട്ട് തിരിച്ചു പിടിക്കാൻ പറ്റില്ല. നീ ഇനിയിപ്പോൾ മാസ്ക് വെച്ചുകൊണ്ട് നടന്നാലും, നീ ഇനിയിപ്പോൾ മുഖം മറച്ച് നടന്നിട്ട് ഒരു കാര്യമില്ല. നിൻ്റെ മാനം പോയി കഴിഞ്ഞാൽ അത് തിരിച്ചു കിട്ടാനേ പോകണില്ല. നമ്മളെപ്പോഴും നമ്മുടെ നിലം മറന്ന് ജീവിക്കരുത്. നമ്മളെപ്പോഴും നമുക്കൊരു ഒരു ലിമിറ്റുണ്ട്, അല്ലെങ്കിൽ ഒരു പരിധിയുണ്ട്. അതിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ കാശുണ്ടാക്കുക. കാശ് വേണം. കാശുണ്ടെങ്കിലേ വിലയുള്ളൂ, അന്തസ്സുള്ളൂ. മനുഷ്യർ പോലും അല്ലെങ്കിൽ സ്വന്തം ബന്ധം പോലും നമുക്ക് കൂട്ടായിട്ടുണ്ടാവും. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഒന്നുമില്ലായ്മയിൽ നമ്മളെ കരുതിയതാരാ, നമ്മളെ കാത്തു സൂക്ഷിച്ചതാരാ, നമ്മളെ മാറോട് ചേർത്ത് കാണിച്ചതാരാ, അവരുടെ രക്തബന്ധങ്ങൾ അല്ലെ അവരെയൊക്കെ വേണം നമ്മൾ താങ്ങായും തണലായും നമ്മുടെ കൂടെ കൊണ്ടു നടന്ന് അവരെ ചേർത്ത് പിടിക്കണം. മക്കളാവുമ്പോൾ പലതും പറയും. സങ്കടം കൊണ്ട് അവർ പറയും, മക്കൾക്ക്
മനുഷ്യരൊക്കെ എല്ലാവർക്കും വേദനകളുണ്ട്, അവർക്ക് അവരുടേതായ വേദനകളുണ്ട്. അപ്പോൾ സങ്കടം കൊണ്ട് ചിലപ്പോൾ പറഞ്ഞെന്നിരിക്കും, എൻ്റെ അമ്മ ആ സമയത്ത് അങ്ങനെ ചെയ്തു, അല്ലെങ്കിൽ എൻ്റെ അമ്മ ഇങ്ങനെ ചെയ്തു, എൻ്റെ സ്വന്തം അമ്മയായിരുന്നെ അങ്ങനെ ചെയ്യുമെന്ന്. അത് മക്കളാണ് പറഞ്ഞു പോകും. സ്വന്തം അമ്മ ആയാൽ പോലും ഒരു തെറ്റ് കണ്ടാൽ ചിലപ്പോൾ മക്കൾ പറയും, അമ്മ എന്താ എന്നോട് അങ്ങനെ കാണിച്ചതെന്ന് മക്കൾ ചോദിക്കും. അത് സ്വാഭാവികമാണ്, മനസ്സല്ലേ. വേദന വരുമ്പോൾ അത് പറഞ്ഞു പോകും, ഒരു സിറ്റുവേഷനിൽ പറഞ്ഞു പോകും. എന്ന് പറഞ്ഞൊരു മക്കളല്ലാതെ ആകുന്നില്ല ഒരിക്കലും. മക്കൾ പറഞ്ഞാൽ ക്ഷമിക്കാൻ പറ്റാത്തതായിട്ടൊന്നുമില്ല ഒരമ്മയ്ക്ക്. പെറ്റമ്മയാണോ, സ്വന്തം കുഞ്ഞല്ലെങ്കിൽ പോലും പെറ്റമ്മയാണ്, പെറ്റ വയറാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉള്ളിലൊരു വേദനയും സങ്കടവും തോന്നി ചെയ്യും മക്കളെ കാണുമ്പോൾ. അല്ലെ, അവൻ പറഞ്ഞത് നിനക്ക് ക്ഷമിക്കാം, ആ കുഞ്ഞ് പറഞ്ഞത് നിനക്ക് ക്ഷമിക്കാമെന്നുള്ള തെറ്റേ ആ കുഞ്ഞ് പറഞ്ഞിട്ടുള്ളൂ, വലുതാത്തൊന്നും ആ കുഞ്ഞ് പറഞ്ഞിട്ടില്ല. ആ കുഞ്ഞിൻ്റെ വിഷമവും സങ്കടവുമാണ് ആ കുഞ്ഞ് അവിടെ പറഞ്ഞത്. ആ കുഞ്ഞ് ആ സമയത്ത് അനുഭവിച്ചൊരു കഷ്ടതയാണ് പറഞ്ഞത്. അത് തെറ്റല്ല. നീ ചിലപ്പം ആ കുഞ്ഞിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടായിരിക്കാം ചിലപ്പോൾ അന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കാം, അഭിനയിക്കുന്നത് കൊണ്ടുപോകരുത്, കുഞ്ഞിൻ്റെ ഭാവിയാണത് പഠിക്കട്ടെന്ന്. പക്ഷെ അവൻ്റെ കൊച്ചുപ്രായം അവൻ ചിന്തിച്ചത് എനിക്കൊരു സന്തോഷമില്ല, എനിക്ക് ഒറ്റപ്പെടലാണ്, അച്ഛനില്ല, അമ്മയില്ല, ആരും ഒറ്റപ്പെടലാണ്, അപ്പോൾ എൻ്റെ കുഞ്ഞു സന്തോഷങ്ങൾ എനിക്കവർ തരുന്നില്ല എന്നൊക്കെ ചിലപ്പോൾ അവൻ ചിന്തിച്ചിട്ടുണ്ട്. മറുഭാഗത്ത് ചിന്തിക്കുമ്പോൾ, അവൻ്റെ ഭാഗത്ത് ചിന്തിക്കുമ്പോൾ അത് ശരിയും, നിൻ്റെ ഭാഗത്ത് ചിന്തിക്കുമ്പോൾ തെറ്റുമാണ്, വേണാസുഖമാണ്. അപ്പം അതുകൊണ്ട് നീ അതായത് കുഞ്ഞുങ്ങളെ വെറുക്കരുത്. കുഞ്ഞുങ്ങളാണ്. നീ എപ്പോഴും നിൻ്റെ ഇളയ കുഞ്ഞിനെ കുറിച്ചാണ് പറയുന്നത്, നിൻ്റെ ചോരയൊക്കെ. നിൻ്റെ ചോരയാകുമ്പോൾ കുറച്ചും കൂടെ സ്നേഹം കൂടും. അങ്ങനെയൊന്നും ഒരിക്കലും ചിന്തിക്കരുത്. നമ്മൾ നടന്നു പോകുമ്പോൾ റോഡിൽ വീണ് പോയാൽ ഏതെങ്കിലും ചോരകളാണ് നമ്മളെ വന്ന് ഏറ്റെടുക്കുന്നത്. നിസ്സാരം നമുക്ക് ഒരു സുഖമില്ലാതെ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി ജാതിമത ഭേദമില്ലാതെ ആരൊക്കെയെങ്കിലുമാണ് നമുക്ക് ബ്ലഡ് തരുന്നത്. നമ്മളൊരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. രക്തബന്ധം, ജാതിമതം അങ്ങനെ നമ്മളൊരിക്കലും ചിന്തിക്കരുത്. നീ പ്രസവിച്ചില്ലെങ്കിലോ നിൻ്റെ കുഞ്ഞ് തന്നെയാണ്. നിന്നെ വിശ്വസിച്ച് നിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു രേണു സുധി. ആരാണ്? സുധി. അപ്പോൾ നിനക്കാണ് അതിൻ്റെ ചുമതല. ആ കുഞ്ഞിനെ വളർത്തേണ്ട ചുമതല നിനക്കാണ്. അതിനൊരു സങ്കടം വന്നാൽ അതിൻ്റെ കണ്ണുനീർ തുടയ്ക്കേണ്ട ബാധ്യതയും നിനക്കാണ്, വേറെ ആർക്കുമല്ല. നീ തന്നെ നോക്കണം നിൻ്റെ കാലം വരെ ആ കുഞ്ഞിനെ. അവന് 21 വയസ്സായി, അവൻ്റെ കാര്യം അവൻ നോക്കട്ടെ, അങ്ങനെയൊന്നും അല്ല പറയേണ്ടത്. ആ കുഞ്ഞിനെ നീ തന്നെയാണ് നോക്കേണ്ടത്. നിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിട്ടാണ് ആ മനുഷ്യൻ പോയത്, നാട്ടുകാരെ ഏൽപ്പിച്ചിട്ടല്ല പോയത്, നിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിട്ടല്ല. അപ്പം നീയാണ് ആ കുഞ്ഞിനെ നോക്കേണ്ടത്. കുഞ്ഞുങ്ങളാവുമ്പോൾ സങ്കടം ഉണ്ടെങ്കിൽ പലതും പറയും. നീ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട്, നീ എന്തെല്ലാം പറയുന്നു. ഇപ്പം തന്നെ നീ പറയേണ്ട കാര്യങ്ങളാണോ നീ സംസാരിക്കുന്നത് ചാനലിലൂടെ? അല്ല, നിനക്ക് വായി തോന്നുന്ന ബോധയ്ക്ക് പാട്ടെന്ന് പറഞ്ഞാൽ വായി തോന്നുന്ന നീ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. മനസ്സിലായില്ലേ? അപ്പം അതുകൊണ്ട് ആ കുഞ്ഞിനെ നോക്കേണ്ട ചുമതല നിനക്കാണ്. ഒരു കുഞ്ഞ് മാത്രമല്ല, നിനക്ക് 2 കുഞ്ഞുണ്ട്. ഇപ്പോൾ ജനങ്ങൾ അറിഞ്ഞിട്ടാണ്. മറ്റത് ചാനലിലൊന്നും വരാതെ എത്ര ആൾക്കാർ ജീവിക്കുന്നുണ്ട്. അങ്ങനെയല്ല, നീ ഇപ്പോൾ ജനങ്ങൾ അറിഞ്ഞു, നിൻ്റെ പൂർവ്വചരിത്രം മൊത്തം ജനങ്ങൾക്ക് അറിയാം. അപ്പോൾ 2 കുഞ്ഞുങ്ങളെയും നോക്കേണ്ട കടമ നിനക്കാണ്. അവൻ 21 വയസ്സ് കഴിഞ്ഞു, അവൻ്റെ കാര്യം നോക്കട്ടെ, അങ്ങനെയൊന്നും അല്ല പറയേണ്ടത്. ഒരു അമ്മയ്ക്ക് ചുമതലയുണ്ട്. വിളിച്ച് ചോദിക്കണം കുഞ്ഞിന് എന്തൊക്കെയാണ് ആവശ്യങ്ങൾ, എന്തൊക്കെ ആവശ്യങ്ങളുണ്ട്, എന്തൊക്കെ ആവശ്യങ്ങളില്ല, എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യണ്ട. അത് പറയേണ്ട കടമ ഒരു അമ്മയായ നിനക്കുണ്ട്. നീ ഒരു ആർട്ടിസ്റ്റായി, നീ ഭയങ്കര ആർട്ടിസ്റ്റായി, നീ അങ്ങ് എന്താ ഞാൻ പറയുക, നീ അങ്ങ് വലിയ ആർട്ടിസ്റ്റൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. നീ വലിയ ആർട്ടിസ്റ്റാണെന്നൊന്നും. നിനക്ക് അഭിനയിക്കാനേ അറിയില്ല ശരിക്കും പറഞ്ഞു. നിന്നെ കുറേ പൊട്ടന്മാർ കൊണ്ടിട്ടങ്ങ് അഭിനയിപ്പിക്കുക. എത്രയോ നല്ല കലാകാരന്മാരും കലാകാരികളും ഇന്നും ഉണ്ട്. ടിക്ടോക്ക് മുതൽ വീഡിയോസുകൾ ചെയ്തിട്ട് എങ്ങും എത്തിപ്പെടാത്ത കലാകാരന്മാർ ഇന്നും ഉണ്ട്. കലാകാരികൾ അറിയാമോ? നന്നായിട്ട് അഭിനയിക്കുന്ന, അവാർഡ് അപ്പം കൊടുക്കും, ഒരു സ്വർണ്ണം മോതിരം അപ്പം ഇടും, അത്രമാതിരി അഭിനയിക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. അവരൊന്നും ഒരിടം എത്തിപ്പെട്ടിട്ടില്ല. ഒന്നും അറിഞ്ഞുകൂടാ. അഭിനയം എന്തെന്ന് ABCD അറിഞ്ഞില്ല. ആ നിന്നെയൊക്കെ പൊക്കി വെച്ചിരിക്കുന്നു. എന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പിന്നെ എനിക്ക് മനസ്സിലായൊരു കാര്യം, നിന്നെ കൊണ്ടുവന്ന് ഒരു ഉദ്ഘാടനം ചെയ്താൽ റീച്ച്, അതായത് വൈറലാവും, ഒരുപാട് ആൾക്കാരെടുത്ത് ട്രോളും, ഒരുപാട് ആൾക്കാർ കാണും. അപ്പോൾ ആ കട ഫേമസ് ആവും. അതുകൊണ്ടാണ് കൊണ്ടുപോകണം. അല്ല നീ ഐശ്വര്യറായി ആയിട്ടൊന്നും അല്ല നിന്നെ അവർ ഉദ്ഘാടനത്തിനൊന്നും വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നീ തെറ്റിദ്ധരിക്കരുത്. ഇതൊക്കെ നിമിഷ നേരം മതി നഷ്ടപ്പെട്ടു പോകാനായിട്ട്. ദൈവം ഒന്ന് കണ്ണു തുറന്ന നിമിഷ നേരം. നമ്മൾ അഹങ്കരിക്കരുത്. പണം കാണുമ്പോൾ അഹങ്കരിക്കരുത്. അഹങ്കാരം ഒന്നിനും നല്ലതല്ല. ഈ കഴിഞ്ഞ കാലം കൂടെ ഓർക്കണം. കോവിഡ് കാലത്ത് നീ ഹസ്ബൻഡുമായിട്ട് ചാനലിലൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ചാനൽ വീഡിയോ ഒക്കെ ഒന്നിരുന്ന് കണ്ടു നോക്കണം ചുമ്മാതിരിക്കുമ്പോൾ. ആ സുധിയുടെ ഫോട്ടോയൊക്കെ എടുത്ത് കട്ടിലിൻ്റെ അടിയിൽ, കട്ടിലിൻ്റെ അടിയിൽ വെച്ചിരിക്കണം. അത്രയും വലിയ വീട്ടിനകത്ത് ചാക്കിൻ്റെ അടിയിൽ, കട്ടിലിൻ്റെ അടിയിൽ വാരി ഇട്ടേക്കുക. ആ
അറ്റ്ലീസ്റ്റ് ഒരു ചെറിയൊരു 1000 രൂപ കൊടുത്തൊരു മേശ കിട്ടുമല്ലോ, 1000 രൂപ കൊടുത്തൊരു മേശ കിട്ടും. ഒരു മേശ മേടിച്ച് മേശപ്പുറത്ത് അടുക്കി വെക്കാമല്ലോ, ഒന്നുമില്ലെങ്കിൽ. അല്ലെങ്കിൽ ഒരു കണ്ണാടിപ്പെട്ടി കിട്ടുമല്ലോ, ഒരു 1000 രൂപ കൊടുത്തൊരു കണ്ണാടിപ്പെട്ടി മേടിച്ച്. കണ്ണാടിപ്പെട്ടി കൊച്ചുങ്ങൾ ഇല്ലാതാക്കും. ഓക്കെ, ഒരു കണ്ണാടിപ്പെട്ടി മേടിച്ച് കണ്ണാടിപ്പെട്ടിക്കകത്ത് വെക്കാമല്ലോ ആ മനുഷ്യൻ്റെ ഫോട്ടോ. അത്രയും നല്ലൊരു കലാകാരൻ്റെ ഫോട്ടോയൊക്കെ അവൾ വരി കട്ടിൻ്റെ അടിയിൽ ചാക്കിനകത്ത് വാരിയിട്ടില്ല. എന്നിട്ട് അവൾ പറയുക, അയ്യോ എൻ്റെ സുതിച്ചേട്ടൻ. എല്ലാവരും പറയുന്ന കറക്റ്റാണ്, നീ ആ സുധി എന്നുള്ള പേര് മാറ്റണം കേട്ടോ. നിനക്കത് പറഞ്ഞിട്ടില്ല. നിനക്ക് സുധി എന്ന് വിളിക്കാനുള്ള യോഗ്യത പോലും ഇല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചില കാര്യങ്ങളൊക്കെ നീ ചെയ്യുന്ന പക്ക ഫ്രോഡാണ്. അങ്ങനെ ചെയ്യരുത്. നിനക്ക് ആത്മാർത്ഥ സ്നേഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നീ അത് ചെയ്യില്ല. ആ ചവിട്ടുമുട്ടയിൽ വലിച്ചു വരികയുള്ളൂ. ആ ചാക്കിനകത്ത്, പ്ലാസ്റ്റിക് ചാക്കിനകത്ത് വാരി കട്ടിൻ്റെ അടിയിൽ ഇട്ടിരിക്കും. എന്നിട്ട് പറയാം, എൻ്റെ സുതിച്ചേട്ടൻ, അവിടെ സുതിച്ചേട്ടൻ, ഇവിടെ സുതിച്ചേട്ടൻ, മറ്റൊരു സുതിച്ചേട്ടൻ, മറിച്ചിട്ട്. അങ്ങേരെ നിൻ്റെ ഹൃദയത്തിലുമില്ല, ആ വീട്ടിൽ പോലും ഇല്ല അങ്ങേരുടെ ആത്മാവ്. അങ്ങേരുടെ ആത്മാവ് ആകെ ഉള്ളത് ആ മൂത്ത കൊച്ചിൻ്റെ അടുത്തും ആ ഇളയ കൊച്ചിൻ്റെ അടുത്തും അവരുടെ വീട്ടുകാരടുത്ത് മാത്രമേ ഉള്ളൂ. ആ സുധിയുടെ ആത്മാവ് ഉണ്ടെങ്കിൽ തന്നെ. അല്ല നിൻ്റെ വീട്ടിലോ നിൻ്റെ മനസ്സിലോ നിൻ്റെ ഹൃദയത്തിലോ അങ്ങേരില്ല. അങ്ങേര് എന്നേ പോയി. മനസ്സിലാവുന്നുണ്ടോ? നിൻ്റെ ഈ പ്രവൃത്തിക്ക് അങ്ങേര് നിൽക്കുമെന്നാണ് നീ വിചാരിക്കുന്നത്. അതൊക്കെ നിൻ്റെ വെറും തോന്നലാണ് കൊച്ചേ. അഹങ്കരിക്കരുത്. ഒരുപാട് അഹങ്കാരമായിരിക്കും. ഇത് വന്നഹങ്കാരമായിരിക്കും, വന്നഹങ്കാരം. ഇതൊക്കെ തീരാൻ ഒരു നിമിഷം മതി, ഒരു നിമിഷം. നമ്മളൊന്ന് പുറകിലേക്ക് തിരിഞ്ഞു നോക്കണം. നാളെ എന്താണ് സിറ്റുവേഷൻ, അല്ലെങ്കിൽ മറ്റന്നാൾ എന്താണ് സിറ്റുവേഷൻ, ഇനി എന്താണ് വരാൻ പോകുന്നത് നമ്മൾ ചിന്തിക്കണം. മക്കളാണ് വളർന്നു കഴിയുമ്പോൾ നാളെ അവർ തിരിഞ്ഞു പോകും. ചിലപ്പോൾ അമ്മയെ നോക്കിയെന്നിരിക്കും, ചിലപ്പോൾ നോക്കിയില്ലെന്നിരിക്കും. അതൊന്നും പറയാൻ പറ്റില്ല. അഹങ്കാരം ഒന്നിനും നല്ലതല്ല. എപ്പോഴും സുധിയുടെ പേര് പറഞ്ഞാണ് നീ വലിയ ആളാവുന്നത്. സിമ്പതി പിടിച്ചു പറ്റുന്ന സുധിയുടെ പേര് പറഞ്ഞില്ല. അത് ഇനി ചെയ്യല്ലേ പൊന്നാക്കി. നീ സുധിയുടെ പേരങ്ങ് മാറ്റി. അങ്ങനെ നീ പറയുന്ന ഒരു വ്യക്തി പറയുന്നുണ്ട്, എനിക്കൊരു കല്യാണം കഴിഞ്ഞാൽ ഞാൻ സുധിയുടെ പേര് മാറ്റി. അപ്പോൾ നിനക്ക് എവിടെയാണ് സ്നേഹം ഇരിക്കുന്നത്? എവിടെയാണ് നിനക്ക് സ്നേഹം ഇരിക്കുന്നത്? നീ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരു വ്യക്തി ഇന്നേ നിമിഷം വരെ എൻ്റെ സുധിയേട്ടൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ലേഡി കല്യാണം കഴിഞ്ഞാൽ അന്ന് തന്നെ സുധിയുടെ പേര് മാറ്റണമെന്നുണ്ടെങ്കിൽ നിൻ്റെ മനസ്സിൽ എവിടെയാണ് സ്നേഹം ഇരിക്കുന്നത്? നീ കാണിക്കുന്ന പക്ക ഫ്രോഡല്ല. ഒന്നാം തരം അഭിനയം. അതിന് യാതൊരു മറ്റില്ല. നിൻ്റെ സംസാരത്തിലേ ഉണ്ട്. നീ പറയുന്നതിലെ പക്ക ഫ്രോഡാണ്. നിൻ്റെ സംസാരത്തിലേ ഉണ്ട്. മനസ്സിലാവുന്നുണ്ടോ? പിന്നെ നിന്നെ വാഴ്ത്താനും കൊണ്ടു നടക്കാനും നിന്നെ പ്രൊമോട്ട് ചെയ്യാനും കുറേ യൂട്യൂബ് ചാനലിൽ കുറേ കഴുതകൾ ഒന്നിനും കൊള്ളാം. യവന്മാർക്കൊന്നും വേറെ കണ്ടന്റ് ഇല്ലെന്നാണ് ഞാൻ ചോദിക്കുന്നത്. യൂട്യൂബ് തുറന്ന് രണാസുന, ഫേസ്ബുക്ക് തുറന്ന് രണാസുന സഖിയിടുകയാണ്. കണ്ട് മടുത്ത് ഇപ്പം അറപ്പ് തോന്നിയെന്ന് കാണാൻ. ഇവിടെ കാണാൻ വേണ്ടി ഒന്നും ഇല്ല. എന്തിനാണ് ഉണങ്ങിയ 2 കാലും ഉണങ്ങിയ 2 കൈയും? എന്തിനാണ് കാണാതിരിക്കുന്നത് തന്നെ? എന്തിനാണ് കാണാതിരിക്കുന്നത്? ഒരു നിക്കർ ഇട്ടുകൊണ്ടാണ് ആൾക്കാരെ കാണിക്കുന്നത്. എന്തിനാണ് കാണാതിരിക്കുന്നത്? നിക്കറിട്ട് ഒരു +2 പഠിക്കുന്ന കൊച്ചു പെണ്ണിനെ പോലെ ഇരിക്കുന്നു. ഇത് തന്നെ അവിടെ എന്തിനാണ് പ്രശ്നമായിട്ട് കാണാതിരിക്കുന്നത്? ഇതിനു വേണ്ടി കാണാൻ പൈസ അടച്ച് ഓരോരുത്തന്മാരും പോകും കാണാനായിട്ട്. വീട്ടിൽ അരി മേടിച്ചു കൊടുക്കാൻ യവന്മാർക്കൊന്നും കഴിവില്ല. മക്കൾ പട്ടിണിയാണ്. യവന്മാർ രണാസുനിയെ കാണാൻ പോവുക പൈസ അടച്ച്. നാണമില്ലേടാ നിനക്ക്? ഇതിനെക്കാട്ടിലും പോയി ചത്തുകൂടിയടാ. കുടുംബം നോക്കാൻ അവനൊന്നും പഠിക്കുക. അവനൊക്കെ പൈസ അടച്ച് രണാസുനിയെ കാണാൻ പോകണം. അവിടെ എന്തിനാണ് കാണാതിരിക്കുന്നത്? നിസ്സാരം പറഞ്ഞൊരു പുളിയന്മാർ പിന്നെ കമ്പ് ഒടിച്ചിങ്ങനെ 2 തുണി ചുറ്റി വെച്ചാൽ എന്തിനാണ്? അത് തന്നെയാണ് രണാസുനി. അവിടെ വേറെ ഒന്നും സ്പെഷ്യലായിട്ട് ഫിറ്റ് ചെയ്തൊന്നും വെച്ചിട്ടില്ല കാണാൻ. ഒരു പെണ്ണിന് എന്താണുള്ളത് അത് തന്നെയാണ് അവർക്ക് പോകുന്നത്. ഇവളുടെ അഹങ്കാരം കണ്ടു കഴിഞ്ഞാൽ ഇവളെന്തോ മറ്റേ കൊമ്പത്തെ മറ്റേ എന്തോ റാണിയാണെന്നാണ് വിചാരിക്കുന്നത്. വന്നപ്പോൾ ഇത്രയേ ഉള്ളായിരുന്നു, ഇപ്പം ഇത്രയായി. ഇതൊക്കെ ആർക്കും അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ്. കാണിക്കുന്ന നാടകത്തിന് ഒരു അല്പം ഒരു ഓവറായാൽ ഒന്നിനും കൊടുക്കും. ആവശ്യത്തിനൊക്കെ നമ്മൾ വേണം. ഇത് പക്ക ഓവറായി. പക്ക ഓവറെന്ന് പറഞ്ഞാൽ പറയാതിരിക്കാൻ വയ്യ. പക്ക ഓവർ. ഇത് ഒരിടവരെയൊക്കെ ഓരോരുത്തന്മാർ എന്തെങ്കിലും ഒരു കണ്ടന്റ് കൊണ്ടുവരും. ഒരാഴ്ച വരെ ഓട്ടിക്കും. അത് കഴിയുമ്പോൾ വേറൊന്ന് കിട്ടുമ്പോൾ അതിൻ്റെ പ്രകൃതി ഇല്ല. അതല്ല, ഇപ്പോൾ ഒന്നും ആർക്കും വേണ്ട. ഇപ്പം രണാസുനിയെ മാത്രം മതിയല്ല. എല്ലാവർക്കും കാരണം രണാസുനിയെ എടുത്തിട്ട് എവർ ചാനൽ റീച്ച് ആവും. മനസ്സിലാവുന്നുണ്ടോ? രണ എന്നുള്ളൊരു പേര് മാത്രം മതി ചാനൽ റീച്ച് ആവും. ഈ ആൾക്കാർ കാണണ്ട, നിങ്ങളിനി ആ വീഡിയോ ഇടണ്ട എന്ന് പറഞ്ഞാലും രണയുടെ വീഡിയോ വന്ന് അവർ കാണും. കണ്ടിട്ടേ പോകും. മൊത്തം ഇരുന്ന് കണ്ടിട്ടേ കുറ്റം പറയത്തുള്ളൂ. ഞാൻ കാണാറുണ്ട്, മിക്ക വീഡിയോയും കാണാറുണ്ട്. കണ്ടിട്ട് കുറ്റം പറയുള്ളൂ. എല്ലാവരും അങ്ങനെയാണ്.
കണ്ടിട്ടാണ് ഞാനിതിപ്പോൾ പറയാൻ വന്നത്. കണ്ടാലല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അതിലെന്താണ് പറയണത്, എന്താണ് കാണിക്കണതെന്ന് മനസ്സിലാക്കിയാലേ നമുക്ക് പറയാൻ പറ്റും. സഖിയായിട്ടിട്ടാണ് ഇപ്പോൾ രണയുടെ വീഡിയോ എടുത്ത് ഞാൻ ഇടുന്നത്. കാരണം ഇത് നമുക്ക് തന്നെ ഒരു അറപ്പ് തോന്നിയാണ്. നമ്മൾ ചാനലിൽ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ കാണാമെന്ന് പറഞ്ഞ് വീഡിയോ ഓപ്പൺ ആക്കുമ്പോൾ രണാസുന അവിടെ പ്രസവിച്ചു, രണാസുന ഇവിടെ പ്രസവിച്ചു, രണാസുന അവിടെ അബോർഷൻ ചെയ്തു, അവളെ അബോർഷൻ ചെയ്ത് നിങ്ങൾക്ക് എന്താണ്? അവരെ വീട്ടുകാർക്കില്ലാത്ത ബുദ്ധിമുട്ട് നിങ്ങൾക്ക് എന്താണ്? അവളല്ലേ അബോർഷൻ ചെയ്തത്, നിങ്ങൾക്കെന്താ? പെണ്ണാവുമ്പോൾ അങ്ങനെയാണ്. ഒരാണിൻ്റെ കൂടെ ചേർന്നാൽ ചിലപ്പോൾ കുട്ടി ഉണ്ടാവും, ചിലപ്പോൾ അബോർഷനായി പോകും. അതൊക്കെ സ്വാഭാവികമാണ്. അത് നാട്ടു നടപ്പിലുള്ളതാണ്. രണാസുന മാത്രമല്ല അബോർഷൻ ചെയ്യുന്നത്, ലോകത്ത് അതൊക്കെ ഒരുപാട് നടക്കുന്നുണ്ട്. നിങ്ങൾ അറിയാത്ത എത്രയോ കേസ് കിട്ടുകൾ നടക്കുന്നില്ല. അതൊക്കെ നിങ്ങളെന്താ ഇതൊന്നും അറിയാതെ പോകുന്നു? ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. കൊച്ചു കുട്ടികൾ തന്നെ ഗർഭിണിയായിട്ട് അബോർഷനായി പോകുന്നു, കൊണ്ട് അഴിച്ചു കളയുന്നു, എന്തെല്ലാം സംഭവങ്ങൾ നടക്കുന്നു. എവള് കല്യാണം കഴിഞ്ഞല്ലേ, 2 മക്കളുള്ളതല്ലേ, അവിടെ ഒന്ന് അബോർഷനായി എന്താ ഇപ്പോൾ കുഴപ്പം? എന്നിട്ട് നിങ്ങൾക്കെന്താണ്, നാട്ടുകാർക്കെന്താണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇവിടെ തുണിഞ്ഞാലും രണാസുന പ്രസവിച്ചു, രണാസുന അബോർഷൻ ചെയ്തു, രണാസുന അങ്ങനെ ചെയ്തു, രണാസുന പല്ല് വെച്ചു, രണാസുന മൂക്ക് വെച്ചു, രണാസുന കണ്ണു വെച്ചു. ഇതൊക്കെയും വച്ചിട്ടും ഐശ്വര്യ റായിയെ പോലെയൊന്നും ആവുന്നില്ലല്ലോ. പിന്നെന്താ കുഴപ്പം? എന്തെല്ലാം ഫിറ്റ് ചെയ്തെന്നൊക്കെ പറയുന്നു. എന്നിട്ട് ഐശ്വര്യ റായി ഒന്നും ആവുന്നില്ലല്ലോ. അതൊന്നും അവർ നാടൻ പെൺകുട്ടിയായിട്ട് തന്നെ ഇപ്പോഴും ഇരിക്കുന്നു. എനിക്ക് ഒന്നും തോന്നുന്നില്ല. ഭയങ്കര സെറ്റപ്പൊക്കെ ആയെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അന്ന് കണ്ടതുപോലെ തന്നെ ഇന്നും എനിക്ക് തോന്നുന്നു. ഇവിടെ വലിയ പ്രത്യേക ഫിറ്റിംഗ് ആയിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇപ്പം ഫിറ്റിങ് ചെയ്തിട്ടെന്താണ്? മനുഷ്യനാണ്, നടന്നു പോകുന്ന വഴിക്ക് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ ഈ ഗ്ലാമറൊക്കെ പോകാൻ. ഗ്ലാമറിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. അതൊക്കെ നഷ്ടപ്പെടാൻ ഒരു നിമിഷം മതി. മനസ്സിലാവുന്നുണ്ട്? ഗ്ലാമർ കൊണ്ടൊന്നും ജീവിക്കാൻ പറ്റത്തില്ല. ആഡംബരം കൊണ്ടൊന്നും ഒരിടം എത്തിപ്പെടില്ല. നമ്മൾ നമ്മളായിരിക്കുക. മരിച്ചു കിടക്കുമ്പോൾ 10 പേര് നമ്മളെ കാണാൻ വന്നല്ല, ഇവിടെ മരിച്ചെങ്കിൽ എന്താ അന്തസ്സായിട്ടാണ് മരിച്ചത്, അവളെക്കുറിച്ച് പറയാൻ ഒരു തെറ്റുമില്ല എന്ന് പറയിപ്പിക്കുന്ന രീതിയാണ് എപ്പോഴും നല്ലത്. എന്ന് പറഞ്ഞ് ഞാൻ പോലും തെറ്റിയാത്തൊരു മനുഷ്യനൊന്നുമില്ല. ഞാൻ നോട്ടം കൊണ്ടെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടുള്ള വ്യക്തിയൊക്കെ തന്നെയാണ്. ഞാനും പതിവൃതയിൽ നിന്നും ഞാൻ പറയുന്നു. പക്ഷെ എല്ലാത്തിനും ഒരു പരിധിയുണ്ട്, എല്ലാത്തിനും ഒരു അളവുണ്ട്, എല്ലാത്തിനും ഒരു ലിമിറ്റുണ്ട്. അതനുസരിച്ച് നമ്മൾ പോകണം. ഇത് കുറച്ച് ഓവറാണ്. നിനക്ക് തന്നെ നാണാവുന്നില്ല. നീ തന്നെ നിൻ്റെ വീഡിയോസ് എടുത്തൊന്ന് കണ്ടു നോക്കും. ഓവറാണോ ചെയ്യുന്നത്? കുറച്ച് ഓവറാണ്. അതിനതൊക്കെ സപ്പോർട്ട് ചെയ്യാൻ ഫാമിലി ഉണ്ടല്ലോ എന്നാണ് ആലോചിക്കുന്നത്. സപ്പോർട്ട് ചെയ്ത് ഒരു സമയത്ത് പിന്നെ പോലീസ് സ്റ്റേഷനിൽ പോയി കരയണം. ഒന്നിനും ഇപ്പം അതൊന്നും, ഇപ്പം കരച്ചിലും കാര്യങ്ങളൊന്നുമില്ല. ഇപ്പം കുറച്ചുകൂടെ മനസ്സിലായി നമ്മുടെ ഒരു വാക്കിന് വില. നമ്മളൊരു വാക്കെടുത്ത് ഇട്ട് കൊടുത്ത ആൾക്കാരതെടുത്തൊന്ന് പൊക്കോളൂ. ഞാനിവിടെ നിന്നൊരു വാക്കൊന്ന് ഇട്ട് കൊടുത്താൽ മാത്രം മതി എന്നുള്ളത് മനസ്സിലായില്ലേ? നിൻ്റെ ഭർത്താവിന് കിട്ടേണ്ട യോഗ്യതയും പദവിയാണ് നീ ഇപ്പം ഒന്ന് ചീഞ്ഞാലേ ഒന്നിന് വളാവുള്ളെന്ന് പറഞ്ഞു കേട്ടിട്ടില്ല. അത് കറക്റ്റാണ്. ആ മനുഷ്യൻ നഷ്ടപ്പെട്ടപ്പോൾ ആ മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾ അല്ലെ ആശകൾ, ആ മനുഷ്യന് കിട്ടാനുള്ള ഭാഗ്യങ്ങളെല്ലാം നിനക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഒരു പ്രയോജനമില്ല, ഒരു പ്രയോജനമില്ല. ആ മനുഷ്യന് കിട്ടിയിരുന്നെങ്കിൽ ആ കുഞ്ഞുങ്ങൾക്ക് അത് ഉപകാരപ്പെട്ടാൽ. ഒരു പ്രയോജനമില്ല നിനക്ക് കിട്ടിയിട്ട്. എന്ത് പ്രയോജനമാണ്? ഒരു പ്രയോജനമില്ല. നിനക്കും കൊള്ളാം, നിൻ്റെ വീട്ടുകാർക്കും കൊള്ളാം എന്നാണ് എനിക്ക് തോന്നുന്നത്. മനസ്സിലാവുന്നത്? എപ്പോഴും പറയുന്നത് ആ മൂത്ത കുട്ടിയല്ലേ, മൂത്ത കുട്ടിക്കാണ് സ്ഥാനം. എന്ത് സ്ഥാനമാണ് നീ ആ കുട്ടിക്ക് കൊടുക്കുന്നത്? എന്ത് സ്ഥാനമാണ് കൊടുക്കുന്നത് ആ കുട്ടിക്ക്? നീ ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് പൊന്നെ എന്തോ പൊന്നെ, ഓ ശരി പൊന്നെ, ഈ 2 ഡയലോഗ് മാത്രം. ഏത് പൊന്നിനെയാണ് വിളിക്കണേന്ന് ആര് കണ്ട്? നീ നിൻ്റെ കുഞ്ഞിനെയാണോ വിളിക്കണേന്ന് ആര് കണ്ട്? പൊന്നെ എന്ന് 2 വിളി മാത്രം. പൊന്നെ എന്താ പൊന്നെ? ഓ ശരി പൊന്നെ, അമ്മ വന്നിട്ട് ടാറ്റു അടിക്കാനുള്ള പൈസ തരാൻ പൊന്നെ. ഓക്കെ പൊന്നെ. ആർക്കാണ് ടാറ്റു അടിക്കാൻ നീ പണം കൊടുക്കണമെന്ന് ആര് കണ്ടു? ഇതൊക്കെ എന്തിനാണ് രണാസുന അഭിനയിക്കുന്നത്? ഒന്നാന്തരം അഭിനയമാണെന്ന് മനസ്സിലാക്കാൻ. നമ്മളും ഈ കേരളത്തിലല്ലേ ജീവിക്കുന്നത്, യുഗാണ്ടയിലൊന്നും അല്ലല്ലോ, ഈ കേരളത്തിലല്ലേ ജീവിക്കുന്നത്. നമുക്ക് മനസ്സിലാവും നിൻ്റെ പക്ക അഭിനയങ്ങൾ എന്തൊക്കെയാണ്. ആ കുഞ്ഞ് നിൻ്റെ അടുത്ത് വരുമ്പോൾ അതിൻ്റെ മുഖത്തിൻ്റെ ആ രീതിയും പെരുമാറ്റവും ഒക്കെ നമുക്ക് മനസ്സിലാവും. അതിൻ്റെ മനസ്സിൽ എന്തോരം വേദന ഉണ്ടെന്നും അതെന്തോരം കഷ്ടപ്പെടുന്നുണ്ടെന്നും ഒക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഈ പക്ക അഭിനയങ്ങളാണ് ഇത്. ഓരോ ആ കുഞ്ഞും കൂടെ ഇരുന്നുള്ള ഒരു ഇൻ്റർവ്യൂവിൽ നീ പക്ക അഭിനയങ്ങളാണ് നീ എഴുതുന്നത്. എൻ്റെ കുഞ്ഞ് ഒരു വീഡിയോ ഇറങ്ങിയാൽ ഉടനെ ഞാൻ കുഞ്ഞിനോട് ചോദിക്കും, മോനെ അമ്മ ഇത് ചെയ്യട്ടെ, മോന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? നാണമില്ലല്ലോ ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഇതൊക്കെ പറയാനായിട്ട്. നാണമെന്ന് പറയുന്നുണ്ടോ? 7 തൊലിയുണ്ട്, അതിൽ ഒരെണ്ണമെങ്കിലും ഉരിഞ്ഞു പോകണമെന്ന് നീ അറിയുന്നുണ്ടോ? കഷ്ടം. വല്ലാത്തൊരു ഗതികേടെന്ന് പറഞ്ഞാൽ ഈ നാട്ടിൽ വേറെ പെണ്ണുങ്ങളില്ലാത്ത ഇവളും മാത്രമേ ഉള്ളൂ. അക്കൗണ്ട് തുറന്ന ഇവളും മാത്രം. ഒരു രണാസുന
ഇതെന്തെങ്കിലും തീരുവോടെ ഈ രണാസുന? അല്ല, അറിയാൻ മേലെന്ന് ചോദിക്കുക. അടുത്ത ഭൂമിയിലൊക്കെ വരാൻ പോണം, അതിനു മുമ്പെങ്കിലും തീരുവോ ഈ രണാസുന? വേറെ കണ്ടന്റ് ഇല്ലാത്തത് പോലെയാണ്. ഇതിനും വേണ്ടി ഇതിനകത്ത് എന്തോ ഈ ഉരിച്ചു നോക്കാനിരിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാറ്. കലിപ്പാണ്, വല്ലാത്ത കലിപ്പ്. അത് തീരണമെന്നുണ്ടെങ്കിൽ